കോവളത്ത് എം വിൻസെന്റിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ച് പീഡനക്കേസിലെ അതിജീവിത. കേസിൽ കോടതി വിധി വരും വരെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. എൽദോസ് കുന്നപ്പള്ളി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്ക് സീറ്റ് നിഷേധിച്ച തത്വം ഈ കേസിലും ബാധകമാക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, കോവളത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ കത്ത്, അതിന്റെ ഉള്ളടക്കം, ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ജില്ലാ കോൺഗ്രസിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കത്താണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കാണ് ഈ ഒരു കത്ത് അതിജീവിത അയച്ചിരിക്കുന്നത്. എം വിൻസെന്റിനെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നു താൻ. ആ പരാതി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. നെയ്യാറ്റിൻകര സബ് കോടതിയുടെ പരിഗണനയിലുള്ള ആ കേസിൽ ഗുരുതരമായ ആരോപണങ്ങൾ, ബലാത്സംഗം അടക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗുരുതര വകുപ്പുകൾ ആണ് ഇതിൽ ഈ പരാതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നീതി വൈകുകയാണ്. വിൻസെന്റ് പലപ്പോഴും കോടതിയിൽ ഹാജരാകാത്തതും മറ്റും തനിക്ക് നീതി ലഭിക്കുന്നത് വൈകിക്കുകയാണ്. വരുന്ന ജൂൺ 9-ന് ആ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി എം വിൻസെന്റിനെ സ്ഥാനാർത്ഥിയാക്കരുത്, അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കണം എന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം തന്നെ മറ്റ് ആളുകൾക്കും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള നീതി തനിക്ക് ഈ ഒരു വിഷയത്തിലും ബാധകമാണ്. അതുകൊണ്ട് തന്നെ അതേ തത്വം എൽദോസ് കുന്നപ്പള്ളിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്ക് സീറ്റ് നിഷേധിക്കാൻ ഉപയോഗിച്ച അതേ തത്വം ഈ കേസിലും ബാധകമാണ് എന്നും അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കണം എന്നും തന്റെ കൂടെ നിൽക്കണം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് താൻ ഈ ഒരു കത്തയക്കുന്നത് എന്നുമാണ് അതിജീവിത കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഇതിനോട് നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്താകും എന്നുള്ളതും ഏറെ നിർണായകമാണ്. അതില്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.